ഹലോ ചവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ടെൻറ്റിനകത്താണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളുള്ളത് ടെൻറ്റിനകത്താണ്. ഇപ്പോൾ ടെൻറ്റിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് വെളിയിലോട്ട് നോക്കിയിട്ട് വൈബൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്നിട്ട് രാവിലെ ഒരു 6:30 നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. അത് ഈ സ്ലീപ്പിംഗ് ആയത് വെളിയിൽ ഇറങ്ങണം കേട്ടോ. രാവിലെ വാങ്ങി വയ്ക്കുന്നുണ്ട്. രാവിലെ ഈ ടെൻറ്റിൻ്റെ ഇവിടെയൊക്കെ വെള്ളം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ട, ഈ അകത്ത് മൊത്തം നല്ല രീതിയിൽ വെള്ളം പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം വെളി നല്ല മഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. നല്ല രീതിയിലുള്ള വെള്ളം ടെൻറ്റിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട്. വാങ്ങി കേൾക്കുന്നൊരു മാൻ കിടക്കുന്നത് ഉച്ചവരെ. അപ്പോൾ നമ്മൾ കിടന്ന് ടെൻറ്റൊക്കെ ഇവിടെയാണുള്ളത്. ഇപ്പോൾ ഈ ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും ഒന്ന് മടക്കണം. എന്നിട്ട് നേരെ താഴോട്ട് പോയിട്ട് ചായയൊക്കെ അടിച്ചിട്ട് ഇന്നത്തെ രാവിലത്തെ റൈഡ് പരിപാടികളൊക്കെ വഴിയെ തുടങ്ങാം. അപ്പോൾ നമ്മളോട് രണ്ടുപേരോടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം അഡ്മിനായിട്ടുള്ള ഷംനാദും പിന്നെ നമ്മുടെ പുതിയ RSB 7 മച്ചനെ വരുന്ന തൗഫീഖ്. അപ്പോൾ അവർ രാവിലെ എണീറ്റിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജാബറും വിഷ്ണു ഇന്നലെ എത്തിയാണ്. അപ്പോൾ നമ്മൾ 4 പേരായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശരത്തും ഉണ്ട്. പിന്നെ പോകുന്നവരൊക്കെ വഴിയെ വലുതായിട്ടായിരുന്നു പറഞ്ഞിട്ടില്ല, എന്നാലും കുറച്ച് പേരുള്ളവർ ജോയിൻ ചെയ്യും. അവിടുന്ന് നേരെ പൊന്മുടി കയറിയിട്ട് അവിടുന്ന് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വഴിയാണ്. അപ്പോൾ നമ്മൾ വിതുരയിൽ ശരത്തിൻ്റെ വീട്ടിൽ നിന്ന് നേരെ പൊന്മുടിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ ഇവിടെ അടുത്തൊക്കെ ഉള്ള കുറേ മച്ചന്മാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒന്നിച്ച് റൈഡ് ചെയ്തിട്ട് നേരെ പൊന്മുടിക്ക് പോവുകയാണ്. പൊന്മുടിയുടെ എൻട്രിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പൊന്മുടിയുടെ എൻട്രൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വെൽക്കം ടു പൊന്മുടി എക്കോ ടൂറിസം കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നമ്മുടെ പൊന്മുടിയുടെ റേറ്റും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന്. ടിക്കറ്റ് ചാർജ്, പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 10 രൂപ, പിന്നെ വിദേശികൾക്ക് 300 രൂപ, വിദേശി കുട്ടികൾക്ക് 225 രൂപ. പിന്നെ പാർക്കിംഗ് ഫീസായിട്ട് വരുന്നത് ഇരുചക്രങ്ങൾക്ക് 15 രൂപയും കാറ് ജീപ്പിനൊക്കെ 30 രൂപയായിട്ടാണ് വരുന്നത്. ഇതാണ് ഇപ്പോഴത്തെ എൻട്രി ഫീസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ താഴ്ന്ന് നേരത്തെ മുകളിൽ നിന്നായിരുന്നു നമ്മൾ എൻട്രി ഒക്കെ എടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ താഴെ നിന്ന് എൻട്രി എടുത്തിട്ട് വേണം നമ്മൾ മുകളിലോട്ട് കയറാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫ്ലാഗ് ഓഫിന് വന്നിട്ടുള്ള മച്ചാന്മാരാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ. ടിക്കറ്റ് നമ്മൾ മുകളിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം 8:30 മുമ്പ് നമ്മൾ ഇവിടുന്ന് കയറ്റി വിടും. 8 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കുറേ വണ്ടികൾ ഇപ്പോൾ 10-12 വണ്ടി ആയിട്ടുണ്ട്. നമ്മുടെ താഴത്തെ എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹെയർ പിന്നുകൾ കയറി തുടങ്ങിയാണ്. ടോട്ടൽ 22 ഹെയർ പിന്നുകളാണ് പൊന്മുടിക്ക് ടോട്ടലായിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെയർ പിന്നുകൾ തന്നെയാണ്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മളിവിടെ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ 2 ട്രാൻസ്പോർട്ട് ബസ്സുകൾ, 2 വേനാട് ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. നമ്മൾ തിരക്കിപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ ഇടവിട്ട് പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ അല്ലെങ്കിൽ വേനാടിൻ്റെ സർവീസ് ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് നേരിട്ട് ടിക്കറ്റ് എടുത്തിട്ട് 30 രൂപ, ഏകദേശം 30 രൂപ റേഞ്ചാണ് വരുന്നത്. 30 രൂപ ആ ഒരു റേഞ്ചിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പൊന്മുടിയിൽ വന്നിറങ്ങാൻ പറ്റും. പിന്നീട് പക്ഷേ പൊന്മുടി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ പോലെ 30 രൂപ അവിടുത്തെ ടിക്കറ്റ് ചാർജ് അത് നമ്മൾ എടുക്കേണ്ടി വരും. പിന്നീട് പ്രധാനമായിട്ട് പൊന്മുടിയുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, ഡിസംബർ ആ ഒരു 3-4 മാസ കാലയളവിലായിരിക്കും പൊന്മുടിയുടെ ക്ലൈമറ്റ് വരുന്നത്. ഇപ്പോഴത്തെ നല്ല അത്യാവശ്യം ചൂട് തന്നെയാണ്. നമ്മൾ ആ ഒരു കാലയളവിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തവും കോട മൂടിയ ഒരു
ഒരു അന്തരീക്ഷമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ പോലെ അല്ല. ഇപ്പം അത്യാവശ്യം നല്ല തെളിഞ്ഞ് നല്ല റോഡൊക്കെ കാണാൻ പറ്റും. അത് അത്യാവശ്യം സീസണിൽ വന്നു കഴിഞ്ഞാൽ റോഡ് പോലും കാണാത്ത രീതിയിൽ ഇവിടെ കോട ഇറങ്ങി കിടക്കും ഉച്ച സമയത്ത് വരെ. Sand in your feet, feel the breeze in the summertime. Stars in the sky, one dime for a first time. Moving away to the sea, moving away, can't you see? We'll drink honey by the ocean, it's our favorite potion. Come on baby, let me tell you one time that our days will never end, yeah. നമ്മൾ 17ാമത്തെ ഹെയർ പിന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാനൊക്കെ ഉള്ള കൊച്ചു കൊച്ചു മാടക്കളകളും പിന്നെ അതുപോലെ തന്നെ നിസ്കരിക്കാനൊക്കെ ഉള്ളവർക്ക് പള്ളി, അത് കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇവിടെ കുറച്ച് പേര് ഇവിടെ തേയിലത്തോട്ടത്തിന് ആശ്രയിച്ച് കുറേ പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പള്ളിയും അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊന്മുടിയുടെ 2ാമത്തെ എൻട്രിയിലാണ്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് വേറെ എൻട്രികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 30 രൂപയും ഒരു വണ്ടിക്ക് 15 രൂപയാണ്. അപ്പോൾ ഒരു വണ്ടിയിൽ 2 പേരുണ്ടെങ്കിൽ 15ഉം ടോട്ടൽ 60, 75 രൂപയാവും ഏകദേശം. അപ്പം ദാണ്ട് ഇത്രയും വണ്ടികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 15 വണ്ടികൾ പുറത്ത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടോട്ട് കയറാൻ ഇതാണ് ടിക്കറ്റ്. ഒരു വണ്ടിയുടെ പാർക്കിങ്ങും പിന്നെ 2 പേർ അല്ലേ. അപ്പോൾ ടോട്ടൽ 60, പിന്നെ 2 പേഴ്സണും ഒരു വണ്ടിക്ക് 15, ടോട്ടൽ 75 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഇതാണ് പൊന്മുടിയുടെ ടിക്കറ്റ്. പൊന്മുടിയിലെ സീനറി ഇപ്പം ഈ ഒരു ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിലടിച്ച് പൊരിയും കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ വരിക. ഇവിടെ ഒന്നും തണലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഇത് ഒരു വ്യൂ കാണിച്ചു തരാം. അപ്പോൾ മാക്സിമം മഞ്ഞുള്ള സമയത്ത് ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴാണ് സാധാരണ? ഡിസംബർ അല്ലേ. മഴ സമയത്തും ഒരു ഡിസംബർ ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ RSP എക്സ്പ്ലോറിങ്ങിന്റെ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. കേരള ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന സ്റ്റാർട്ടിങ് ഇന്നലെ ഇറങ്ങിയെങ്കിലും ഇന്ന് ഔദ്യോഗികമായിട്ട് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടുകൂടി ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോകാം. എന്നിട്ട് നമുക്ക് off your seat, clap your hands to the beat, grab your champagne glass tonight. We toast to freedom in the Caribbean, yeah, in the Caribbean, yeah. Dan, smoke, 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 fire it up, let our lanterns paint the night sky red. ഇത് എന്റെയോ ട്രിവാൻഡ്രം ക്ലബിന്റെയോ അല്ല, നമ്മുടെ പോലീസ് റോഹിത്തേട്ടന്റെ ആണ്. ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഇത് മേടിക്കാൻ പോയ പെട്രോൾ ക്യാഷ് വരെ എന്റെ അക്കൗണ്ടിൽ റോഹിത്തേട്ടൻ ഇട്ട് തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ ആഗ്രഹിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു, നമ്മുടെ BBGയുടെ ഗ്ലൗസ്. ഇപ്പോൾ ഇത് 4500 രൂപയുടെ വില വരുന്ന സാധനം. അപ്പം ഓരോ വട്ടം ഇതിങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് വിചാരിക്കും, അല്ലെങ്കിൽ ആ ഒരു പൈസ കൊടുത്തിട്ട് ഒരു വലിയൊരു റൈഡ് കൂടെ അടിക്കാന്ന് പറഞ്ഞിട്ട് ഇത് ഓരോ വട്ടം ഒഴിവാക്കി കളഞ്ഞിട്ടേ ഉള്ളൂ. ഇതേവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എൻ്റെ മാർച്ച് 27 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 20 ദിവസം മുമ്പിട്ട് ഗൾഫിലുള്ള റോഹിൻ ഗിഫ്റ്റായിട്ട് നമ്മുടെ ഷംനായനെ കൊണ്ട് മേടിപ്പിച്ച് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം, ഒന്നും പറയാനില്ല. ആഗ്രഹിച്ചൊരു സാധനം ഗിഫ്റ്റായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷമൊന്നുമില്ല. റോഹിനെ മുത്തിടാ, താങ്ക്സ് ഒത്തിരി കേട്ടോ. താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതായി പോകും. താങ്ക്സ് ഇല്ല, എന്നാലും ഭയങ്കര സന്തോഷം.
അപ്പോൾ വണ്ടികളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കിട്ടിയ ഗ്ലൗ ഒക്കെയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ പോവാണ്, ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഇറങ്ങി താഴെ പോയി നമ്മുടെ ശരത്തിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളിനി അടുത്ത പേപ്പാറ അതുപോലുള്ള അടുത്ത ലൊക്കേഷനുകൾ തേടിയിട്ടുള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ ഇതാണ് പൊന്മുടിയിലെ വ്ളോഗും വൈബും കാര്യം. അപ്പോൾ അത്യാവശ്യം ക്ലൈമറ്റും അതേ കണക്ക് സീസൺ നോക്കിയിട്ടൊക്കെ മാക്സിമം എത്തുക, അപ്പം കുറേ കൂടെ വൈബായിരിക്കും. പിന്നെ ഇപ്പം വലിയ തണുപ്പുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പെടലായിരിക്കും പെടുന്നത്. ഇപ്പോൾ ആളൊക്കെ നല്ല കുറവാണ്, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റാത്ത ആളാണ്. മച്ചാമാരെ, അപ്പോൾ നമ്മൾ പൊന്മുടി പോയിട്ട് തിരിച്ച് ഇറങ്ങി വരുന്ന വഴിയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത്. മീൻമുട്ടി വാട്ടർഫാൾസ് ആണ് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മൾ കയറി പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴും എല്ലാം ഈ ഒരു റൂട്ടിൽ കൂടെ ആണ് പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്നില്ല, കാരണം വെച്ചാൽ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടക്കണമെന്നാണ് പറഞ്ഞത്. അത് തന്നെയല്ല, ഇപ്പം വെള്ളം വളരെ കുറവാണ്. അപ്പോൾ ഇപ്പം പോയാലും നമുക്ക് വളരെ നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്പം അത്ര റിസ്ക് എടുത്തിട്ട് ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. അപ്പം സീസണിലൊക്കെ വരുന്നവർ, നല്ല ടൈമും ഉള്ളവർ നേരെ ഇവിടെ വരുന്ന വഴി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് മീൻമുട്ടി വാട്ടർഫാൾസ്. അത് നമ്മൾ വേറെ റൂട്ടൊന്നും ഓടണ്ട, വരുന്ന വഴി തന്നെ. അതുകൊണ്ട് സ്വാഗതം മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ പൊന്മുടിയിലെ അതേ റേറ്റ്, പൊന്മുടി ഹിൽസിൻ്റെ അതേ റേറ്റ് തന്നെയാണ്. മുതിർന്നവർക്ക് 30 രൂപ, അതുപോലെ വണ്ടിക്ക് 15 രൂപ. ടോട്ടൽ ഒരു വണ്ടിയിൽ 2 പേരുണ്ടെങ്കിൽ 75 രൂപ, സോളോ ആണെങ്കിൽ 30, 45 രൂപ അടച്ചാലാണ് ഈ ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാനായിട്ട് നമുക്ക് എൻട്രി ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കയറുന്നില്ല, അടുത്ത റൂട്ടിലോട്ട്. ഇനി നമ്മൾ നേരെ ഇതുവഴി പേപ്പാറ പോകണം. ഇതുവഴി പോകുന്ന വഴി നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അത് ഞാൻ ഒരുപാട് സ്ഥലത്തൊന്നും കയറുന്നില്ല. ആ പോകേണ്ട വഴികളെല്ലാം ഞാൻ അവിടെ നിർത്തി ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പേപ്പാറയാണ്. നമുക്ക് ഇവിടുന്ന് പേപ്പാറ ഡാമിലോട്ട് വരുന്നത് 4 കിലോമീറ്ററാണ് വരുന്നത്. നമ്മൾ കുറേ കൂടി വന്നു. അപ്പം പോകുന്ന വഴിയെല്ലാം പേപ്പാറ ഡാമിൻ്റെ ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം വിതുരേന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വഴി തെറ്റത്തൊന്നുമില്ല. വിതുരേന്ന് നോക്കുക, പേപ്പാറ ഡാം ബോർഡ് നോക്കുക, കയറി പോകും. നമ്മളങ്ങനെ പേപ്പാറ ഡാം എത്തിയിരിക്കുകയാണ്. ഇവിടാണ് പേപ്പാറ ഡാമിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന പേപ്പാറ ഡാമിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പൊന്മുടിയിൽ വരുന്നവർക്ക് കാണാൻ പറ്റിയ അടുത്തുള്ള മറ്റൊരു സ്ഥലമാണ് പേപ്പാറ ഡാം. ഏകദേശം വിതുര, നമ്മൾ പൊന്മുടി പോകുന്നത് വിതുര വഴിയാണ്. വിതുരയിലോട്ട് പോകുന്നത്, വിതുരയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു പേപ്പാറ ഡാം എന്ന ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും അകത്തെ കൂടുതൽ ദൃശ്യങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് പകർത്താൻ പെർമിഷൻ ഇല്ല. എന്നാലും ജസ്റ്റ് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇതാണ് പേപ്പാറ ഡാം. അപ്പോൾ പൊന്മുടിയിൽ വരുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പോകാം. ഇപ്പം വരുന്ന വഴിയിലെല്ലാം പേപ്പാറ ഡാമിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വിതുരേന്ന് പേപ്പാറ ഡാം ചോദിച്ചിട്ട് ആ ഒരു വഴി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോർഡ് കൊണ്ട് എത്തിക്കുന്നത് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അതോടെ നോക്കാം. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 500 മീറ്റർ നടക്കണം. നടന്ന് എത്തുമ്പോഴത്തേനും നമ്മൾ പേപ്പാറ ഡാമിൻ്റെ ആ ഒരു ലൊക്കേഷനിലോട്ട് എത്തും. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം ലോങ് വ്യൂ ആണ്. ഇനി ഇവിടുന്ന് നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ ഇതേ കൂടെ അങ്ങ് വരെ നടക്കാം. പിന്നീട് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. അത്രേ ഉള്ളൂ ഈ പേപ്പാറ ഡാം. ഒരു ഡാം സന്ദർശിച്ച് ഒരു പ്രതീതി, അത്രേ ഉള്ളൂ. എന്നാലും നല്ലൊരു വൈബാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൈബാണ്. പിന്നെ അത് തന്നെ അതുപോലെ തന്നെ ഇവിടെ കയറുന്നതിന് എൻട്രി ഫീസ് ഇല്ല എന്നുള്ളതും ഈ ഒരു സ്ഥലത്തേക്ക് വരാനുള്ള ഒരു കാര്യങ്ങളിലൊന്നാണ്. അതുവരെ അപ്പോൾ നമ്മൾ നമ്മുടെ പൊന്മുടിയും അതുപോലെ തന്നെ അതിൻ്റെ താഴത്തുള്ള പേപ്പാറ ഡാമും കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വിതുരയിൽ എത്തിയിരിക്കുകയാണ്. ഈ വിതുര വഴിയെ പോകാനും വരാനും എല്ലാം പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഉള്ളത് എവിടെയാണ്? നമ്മുടെ ശരത്തിൻ്റെ വീട്ടിലാണ്. ഇന്നലത്തെ വൈകിട്ട് ഇവിടെ വന്നതാണ്. വൈകിട്ട് തൊട്ട് ഇവിടെ ഇപ്പോൾ വരെയുള്ള എല്ലാ ചിലവും അവൻ്റെ ആയിരുന്നു. അവൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ശരത്തിൻ്റെ വൈ പറഞ്ഞിട്ട് ശരത്ത് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത പോകുന്നത് കോട്ടൂരിൽ നിന്ന് ഇനി അവിടെ കുറച്ച് ലൊക്കേഷൻ എല്ലാം കാണണം. അപ്പം ഇതെന്തായാലും ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റൂല. ഇതിപ്പോൾ 2ാമത്തെ വീഡിയോയിലായിരിക്കും അത് വരുന്നത്. ഇനി എന്തായാലും ഈ ഒരു പൊന്മുടി വരുന്നവർക്ക് ടൈം ഉണ്ടെങ്കിൽ ആ ഒരു പേപ്പാറ ഡാമും മീൻമുട്ടി പിന്നെ വാട്ടർഫാൾസും എല്ലാം കണ്ടിട്ട് വരിക. അപ്പോൾ മീൻമുട്ടി കുറച്ച് നടക്കാനുണ്ട്. അതുകൊണ്ടും പിന്നെ നമുക്ക് അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ സീസണിൽ കയറാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ കാണാം. ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് നിർക്കുന്നില്ല. ഇനി 1 മാസം കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക്.